ഗൈസ്, അപ്പോൾ കുറച്ച് നാളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ കിടന്ന് കളിക്കുന്ന ഈ ഒരു പേപ്പർ എൻ്റെ എക്സ്ട്രീലെ മെക്കാനിക്സ് ഫ്ലൂയിഡ് പേപ്പറാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പേപ്പർ ഞാൻ പാസ്സായിട്ടുണ്ട്. ഞാൻ നേരത്തെ നോക്കിയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. S3യുടെ റീവാലുവേഷനാണ്. S1 ഞാൻ കൊടുത്തായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. നേരത്തെ എനിക്ക് തോന്നുന്നു 7-ാം തീയതി പബ്ലിഷ് ചെയ്താണ്, അത് കിട്ടിയില്ല. നമുക്കിനി നമ്മുടെ മെയിൻ കാര്യത്തിൽ നോക്കാം. S3യുടെ നോക്കാം. റീവാലുവേഷൻ സ്റ്റാറ്റസ് കേസ് പാസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ നേരെ ഫെയിലിൽ നിന്ന് എനിക്ക് കിട്ടിയ മാർക്ക് C. ഇന്നാണ് റിവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് 10/12/2024. സ്റ്റാറ്റസ് ചേഞ്ചസ് ലിസ്റ്റ് എലിജിബിൾ ഫോർ റീഫണ്ട് ഇല്ല. C എന്ന് വെച്ചാൽ ഫെയില്. പിന്നെ DC റിവാലുവേഷൻ പറ്റില്ല, കുഴപ്പമില്ല. എത്രയോ പൈസ പോകുന്നു, പൈസ അവന്മാർ കൊണ്ടോട്ടെ, സീനില്ല. പറയാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ 29 മാർക്കിൽ നിന്ന് C ഗ്രേഡിലോട്ടാണ് എത്തിയിട്ടുള്ളത് ഈ പേപ്പർ. അപ്പോൾ ഇതിനൊക്കെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചാൽ SFI ടെക്നോസ് അവരാണ് എന്നെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കിയും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് തന്നത്. എന്തായാലും റിവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. ഞാനൊരു പേപ്പർ കട്ടിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ സൈഡിലോട്ട്. അപ്പോൾ ഇത് കണ്ടറിയാൻ പറ്റും. ഈ പരിപാടി അവർ ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അവർ എൻ്റെ പേരിൽ ആശയെടുക്കാൻ ശുപാർശയൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ബാഗ് എന്തായാലും ഞാൻ പോകുന്നില്ല. ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ക്ലിപ്പിങ്ങിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ അധ്യാപകർക്കെതിരെ മുമ്പ് ഇതാണ്ട് ഇഷ്യൂസൊക്കെ ഉണ്ടായി നടപടികളൊക്കെ എടുത്തതാണെന്ന്. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അത് ന്യൂസ് എന്നിട്ടും അവരിതിനൊക്കെ ചെയ്യുന്നെങ്കിൽ പിന്നെ ആശയം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് പാസ്സാവായിട്ടുള്ള ചിലവെന്ന് വെച്ചാൽ റീവാലുവേഷന് 630, പേപ്പർ എടുക്കാൻ 630. ഇപ്പോൾ ഏതായാലും റീഫണ്ട് ആണെങ്കിൽ അതിലില്ല, പൈസ നോക്കുന്നൊന്നുമില്ല. പിന്നെ സപ്ലി ഞാൻ രജിസ്റ്റർ ചെയ്തായിരുന്നു 210 രൂപയ്ക്ക്, അതും പോയിട്ടുണ്ട്. പൈസയൊക്കെ പോവും വരും. ഇപ്പം പൈസയും വേണം, റീലൂട്ടാലേ പാസ്സാവുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് എക്സാമൊക്കെ. ഇത് നോർമൽ രീതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആവില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും റീലൊക്കെ ഇട്ട് കുറച്ച് പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. പിന്നെ അവരെ വരെ ആക്ഷനൊക്കെ എടുക്കുമെന്നൊക്കെ ചോദിച്ചു തന്നെ സത്യം. ഇങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്താണ് എങ്കിലും ഇവനൊക്കെ പിടിച്ച് ഞാനാ പേപ്പർ നോക്കാൻ പേപ്പർ നോക്കാൻ വേണ്ടി പേപ്പറിൻ്റെ ബണ്ടിൽ നോക്കാൻ പോലും അവനെയൊന്നും പിടിച്ചിരുത്തത്. കാരണം ഇതിനു മുമ്പ് ഇതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ആക്ഷൻ എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവന്മാർ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ വരൂ, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. അതൊക്കെ ഇതിലൊന്നും ഇതിനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല, ചെയ്യാനൊന്നുമില്ല. ഞാൻ റീലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് മാത്രമല്ല സ്ഥിരം നടക്കുന്ന പരിപാടിയാണെന്ന്. ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങൾ കിട്ടായിരുന്നു, അത് വായിക്കാൻ തന്നെ ഒരുപാട് നേരം എടുത്തു. പിന്നെ അന്നത്തെ ദിവസം റീലിട്ടത് മൊത്തം എന്തോ ഇൻസ്റ്റയിൽ വെടി ബുക്ക് ആയിരുന്നു, എനിക്കൊന്നും കാണാൻ പോലും പറ്റുന്നത്. എൻ്റെ പഴയ വീഡിയോസിൻ്റെ കമൻറ്റും ഒന്ന് വായിച്ചൊക്കെ പറ്റിയതിൽ ഇൻസ്റ്റ ഫുള്ള് ബഗ് അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ കുറച്ച് പേരൊക്കെ താഴ്ക്കൊണ്ട് പോയി, കുറച്ച് പേരൊക്കെ അവരെ ആ രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് അങ്ങനെ അത്യാവശ്യം പ്രശ്നമായെന്ന് തോന്നുന്നു. പക്ഷെ ഇത്രയും ഒരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഈ ഒരു വിഷയം കിട്ടിയതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സപ്ലി രജിസ്റ്റർ ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടേണ്ട തലേ സാറ് നമ്മൾ സപ്ലി അത് ഞാൻ എഴുതാൻ പോയില്ല. അത് എഴുതാൻ പോകുന്നെങ്കിൽ എനിക്ക് ഒടുക്കത്തെ റിഗ്രറ്റ് അടിച്ചു. കാരണം ഫുള്ളിരുന്ന് പഠിച്ച് പിന്നെ ഒന്നൊന്ന് എഴുതിയിട്ട് ഇതും കൂടെ കിട്ടിയതെങ്കിൽ കടുത്തതിനെ ഞാൻ എന്തായാലും എഴുതാൻ പോകാത്ത നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ ജയിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ പൈസ അത് തിരിച്ചിട്ടില്ല, റിവാലുവേഷൻ്റെ പൈസ തിരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് മാർക്ക് അങ്ങനെ ചേഞ്ച് വന്നാൽ റിവാലുവേഷൻ്റെ പൈസ തിരിച്ച് കിട്ടുള്ളൂ. എനിക്ക് എന്തായാലും ഇപ്പോൾ നോട്ട് എലിജിബിൾ ഫോർ റീഫണ്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സപ്ലിയും കൂടെ ഉണ്ട്, S1 മെക്കാനിക്സ് ആണ്. അതിപ്പോൾ അടുത്ത മാസം 7-ാം തീയതിയാണോ ഡേറ്റ്. എന്തായാലും ഫുള്ള് പഠിച്ചിട്ട് എഴുതണം. അതിന് ഞാൻ വെറുതെ പാസ് മാർക്കിൽ എഴുതുന്നില്ല. എന്തായാലും ഞാൻ അത് S1 സപ്ലിയാണ്. അപ്പോഴത്തേക്ക് ഇത്രയും നാളുടെ ഡേറ്റ് ഇതുവരെ പാസ്സായില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടിച്ച മാർക്ക് 29ആണ്. അത് ഈ പ്രാവശ്യം ഞാൻ പിന്നെ ആദ്യം വിചാരിച്ച് ഇനിയിപ്പോൾ ഇന്റേണൽ മാർക്ക് അങ്ങോട്ട് സാറുമാർ കുറച്ചിട്ടുണ്ടായിരിക്കും പാസ്സാവാത്തത്. ഇന്റേണൽ മാർക്കും അതിനാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ, എന്നിട്ട് ഇതുവരെ പാസ്സായില്ല. അപ്പോൾ ഇനി എന്തായാലും ഫുള്ളിരുന്ന് പഠിച്ച് 5 മൊഡ്യൂൾ എഴുതി S വാങ്ങിക്കണ ഇതിൽ പഠിച്ചിട്ട് അതെന്തായാലും ഇനി പാസ്സാവണം. അതുകൂടെ കഴിഞ്ഞെങ്കിൽ ഈ ബിടെക് തൊല്ല കഴിഞ്ഞാൽ പാസ്സായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ രീതി നടക്കാനാണ്. എനിക്ക് നല്ല രീതിക്ക് എഴുതിയിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സാവേണ്ട മാർക്കെങ്കിലും ഉണ്ട്. എന്നിട്ടും പാസ്സായാലും തോന്നുകയാണെങ്കിൽ മാക്സിമം കുറച്ച് പൈസയൊക്കെ ഇറക്കി ആൻസർ സ്ക്രിപ്റ്റൊക്കെ എടുക്കണം. എടുത്തിട്ട് ഇത് കണക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പാസ്സാവാൻ നോക്കണം. അല്ല ചുമ്മാ റീവാലുവേഷന് കൊടുത്തിട്ടോ അത് പരീക്ഷ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ ആൻസർ സ്ക്രിപ്റ്റ് എടുക്കാതെ പൈസ നോക്കി ഇവർ 210 നിങ്ങൾ സപ്ലിയാണ് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഒരു ഗാംബ്ലിംഗ് കണക്ക് ഈ പരിപാടി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ എഴുതിയാലും ചിലപ്പോഴേ ജയിക്കും, ചിലപ്പോഴേ ജയിക്കില്ല. അപ്പോൾ വീണ്ടും അടച്ചടച്ച് സപ്ലൈ ചെയ്തതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു പേപ്പർ എടുത്തിട്ട് റീവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. അല്ല ചുമ്മാ റിവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്കം ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയാൻ പറ്റും. നമുക്ക് ആ കമ്പനിയുള്ളവരെ കൊണ്ടൊക്കെ നോക്കിപ്പിച്ചിട്ടും പാസ്സാവേണ്ട മാർക്കെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ എന്തൊക്കെയോ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഞാൻ എന്തായാലും മെയിൽ വായിച്ച് ഗ്രീവിയൻസ് ഒക്കെ ഇട്ടായിരുന്നു, അതിന് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എൻ്റെ അടുത്ത് ചെയ്തത്. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. പിന്നെ ഈ ഒരു പേപ്പർ പട്ടി കടിച്ച് കീറിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ നേരത്തെ ഈ സാധനത്തിനെ ഞാനൊന്ന് അഴിച്ചു വിട്ടതാണ്, അല്ലെങ്കിൽ ബഹളമായിട്ട് എന്തായാലും പേപ്പർ ഫുള്ള് കടിച്ച് കീറി പന്നെ പട്ടി. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ. പിന്നെ എൻ്റെ ചാനൽ ഇനി ഇതിനെ പറ്റിയുള്ള വീഡിയോസ് അങ്ങനെ വരണമെന്നില്ല. ഞാൻ പഴയ ട്രാവൽ വ്ളോഗും മോട്ടോ വ്ളോഗിങ്ങും വണ്ടിയുടെ റിവ്യൂസിലോട്ടൊക്കെ വീണ്ടും പോകാൻ പോവുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ.